ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബാപ്പിയെടുത്തോ ഉമ്മയെടുത്തോ പറയാൻ എന്തെങ്കിലും പേടിയുണ്ടോ? ഫുഡ് കുറച്ച് താഴെ വേണം. അപ്പോൾ ബാപ്പി ഉമ്മി എന്താണ് പറയുന്നത്? ക്ലീൻ ചെയ്യാൻ പറയാറുണ്ട് അല്ലേ? ബാപ്പി ദുബാടുത്ത് സോറി പറയാറുണ്ടോ? എന്തെങ്കിലും ദേഷ്യം കാണിച്ചാൽ? അപ്പൊ നമ്മളും തെറ്റ് പറ്റിയാൽ നമ്മൾ കുട്ടികളോട് സോറി പറയണം. മാതാപിതാക്കൾ ചെയ്യുന്ന ഈ 10 കാര്യങ്ങൾ മക്കൾ മറക്കാറില്ല. അത്തരത്തിലുള്ള 10 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാതാപിതാക്കൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ധാരാളം മാതാപിതാക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇത്തിരി സെൻസിറ്റീവ് ടോപ്പിക്കാണ്. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളെ എങ്ങനെ അനുസരിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒന്നാമതെത്തിക്കണം എന്നതിനെക്കുറിച്ചല്ല നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മളിന്ന് സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് 50ഓ 60ഓ വയസ്സാകുമ്പോൾ അവരുടെ ബാല്യത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മെക്കുറിച്ച് അവർ എന്തായിരിക്കും പറയുക, ചിന്തിക്കുക എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ അച്ഛൻ എല്ലാം എനിക്ക് വാങ്ങിത്തന്നു എന്നാണോ എപ്പോഴും പറയുന്നത്? എൻ്റെ അമ്മ എന്നെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിച്ചു എന്നായിരിക്കുമോ പറയുന്നത്? അതായിരിക്കില്ല മിക്കവാറും പറയുന്നത്. അവർ പറയുന്നത് എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് ഞാൻ സുരക്ഷിതനായിരുന്നു, എനിക്ക് എല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരാളായിരുന്നു, എൻ്റെ തെറ്റ് പറ്റിയപ്പോഴും എന്നെ അവർ ഉപേക്ഷിച്ചില്ല, എൻ്റെ കൂടെ നിന്നു, എൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് അവർ സമയമുണ്ടാക്കി എന്നൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുള്ള ആ ഫീലിംഗ്. ഈ ലോകം മുഴുവൻ എതിരായാലും വീട്ടിലേക്ക് മടങ്ങാൻ എനിക്ക് ഭയമുണ്ടായിരുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണോ കുട്ടികൾ ചിന്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ പല കാര്യങ്ങളും ഓർത്തു വയ്ക്കുന്നു. മക്കളുടെ മാർക്ക്, ഫീസ്, ട്യൂഷൻ, പരീക്ഷ, ഭക്ഷണം, വസ്ത്രം, ഭാവി. പക്ഷെ കുട്ടികൾ ഓർത്തു വയ്ക്കുന്നത് മറ്റൊരു കാര്യങ്ങളാണ്. നമ്മൾ അവരോട് സംസാരിച്ച ശബ്ദത്തിൻ്റെ ഒരു സ്വരം, അതുപോലെ തന്നെ നമ്മൾ അവർ കരഞ്ഞ സമയത്ത് നമ്മൾ നൽകിയ പ്രതികരണം, അവരൊരു തെറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ മുഖത്തുണ്ടായ ഭാവം, അതുപോലെ തന്നെ അവർ നമ്മളെ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവിടെ കൂടെ ഉണ്ടായിരുന്നു, അതോ എപ്പോഴും കളിയാക്കിയോ മറ്റേ കുട്ടികളുമായിട്ട് കമ്പയർ ആണോ ചെയ്തത്? അപ്പോൾ ഈ ബാല്യ സമയത്ത് കുട്ടികളുടെ മനസ്സിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അവൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടായിരിക്കും, അതെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറ്റബോധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോഴേ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ നമുക്ക് തന്നെ വരുത്താനായിട്ട് കഴിയും. ഒരു കുട്ടി ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ തിരുത്താം എന്നുള്ള രീതിയിലാണ് കുട്ടിയോട് അപ്രോച്ച് ചെയ്യേണ്ടത്. പൂർണ്ണതയുള്ള ഒരു കുട്ടിയല്ല നമുക്ക് ആവശ്യം, അല്ലേ? തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് മാറാൻ തയ്യാറായിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ കുട്ടികൾ ഓർത്തു വയ്ക്കുന്ന ഒരു 10 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്നതിനെ കുറിച്ചാണ്. അതായത് മക്കൾ നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഓരോ കളിപ്പാട്ടവും അവർ ഓർക്കണമെന്നൊന്നുമില്ല. അതുപോലെ ഓരോ ജന്മദിനത്തും കേക്കുകളും ഓർക്കണമെന്നില്ല. നിങ്ങൾ കൊടുത്ത ഓരോ വസ്ത്രത്തിൻ്റെയും അതുപോലെ കളിപ്പാട്ടങ്ങളുടെയും വിലയും അവർ ഓർക്കില്ല. എന്നാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരെങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി കളിക്കുന്ന ഒരു ഓർമ്മ ചിലപ്പോൾ കുട്ടിക്ക് ഉണ്ടാവും. ആ ഒരു ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ സമാധാനമായിട്ടാണോ കുട്ടി ജീവിച്ചത്? അല്ലെങ്കിൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ വഴക്കുണ്ടാവുമെന്നുള്ളൊരു പേടിയായിരുന്നോ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? അമ്മയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മനസ്സിലാക്കുമോ അതോ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു സംശയമായിരുന്നോ ഉണ്ടായിരുന്നത്? ഇതെല്ലാമാണ് കുട്ടി എപ്പോഴും ചിന്തിക്കുന്നത്. എന്ത് സംഭവിച്ചാലും എനിക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ളൊരു ഉറപ്പ് കുട്ടികൾക്കുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ വീടെന്നത് 4 ചുവരുകൾ മാത്രമല്ല, അവനെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമായിട്ട് അവൻ കണക്കാക്കും. ചില വീടുകളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. വലിയ മുറി ഉണ്ടാവും, വില കൂടിയ കളിപ്പാട്ടം ഉണ്ടാവും, മികച്ച സ്കൂളിലായിരിക്കും പോകുന്നത്, വിദേശ യാത്രകൾ വരെ ഉണ്ടാവും. എന്നിട്ടും കുട്ടിക്കൊരു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റുണ്ട്. അതേ സമയത്ത് ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടി, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, വലിയ വിദേശ യാത്രകളൊന്നുമില്ല, പക്ഷേ കുട്ടി സ്കൂളിൽ നിന്ന് ഓടി വരുന്നത് അമ്മയുടെ അടുത്ത് പോയി എന്ന് കാര്യങ്ങൾ പറയും, അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നു, കളിക്കുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി സമ്പന്നനാണെന്ന് പറയാം. കാരണം അവൻ വൈകാരികമായിട്ടുള്ള ഒരു സുരക്ഷ ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ സ്വയം ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: എൻ്റെ സാന്നിധ്യം എൻ്റെ കുട്ടിയിൽ സമാധാനമാണോ സൃഷ്ടിക്കുന്നത് അതോ സമ്മർദ്ദമാണോ സൃഷ്ടിക്കുന്നത്? ഇന്ന് രാത്രി നിങ്ങളുടെ കുട്ടിയെ നിങ്ങളൊന്ന് നോക്കുക. ഉപദേശം പറയാതെ, ചോദ്യം ചെയ്യാതെ, ഫോൺ മാറ്റിവെച്ച് അടുത്തിരിക്കുക. നിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുക. ഇതൊരു ചെറിയൊരു വാചകമാണ്, പക്ഷേ അത് കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു കുട്ടിയുടെ മനസ്സിൽ അതിൻ്റെ അർത്ഥം വലിയതാണ്. എൻ്റെ മാർക്ക് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ നല്ലതായതുകൊണ്ടല്ല എന്നെ അച്ഛൻ സ്നേഹിക്കുന്നത്, എൻ്റെ കൂടെ ഇരിക്കാൻ അച്ഛൻ ഇഷ്ടമാണ് എന്നുള്ള തോന്നലുണ്ടാവും. രണ്ടാമത്തെ കാര്യം, അവൻ പറയുന്ന കാര്യം നമ്മൾ കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറുപടി പറയാനായിട്ടാണ് കേൾക്കുന്നത്, മനസ്സിലാക്കാനായിട്ടല്ല കേൾക്കുന്നത്. കുട്ടി പറയുന്നത് പൂർത്തിയാവുന്നതിന് മുമ്പ് ഉപദേശം തുടങ്ങും. അതിങ്ങനെ ശരിയാക്കാം, ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയും. അല്ലേ, നിനക്ക് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇനിയും വരാനുണ്ട്, അച്ഛനൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്തതാ, ഞങ്ങൾ ഈ പ്രായത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതല്ലേ കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷെ കുട്ടി തൻ്റെ വേദനയാണ് പറയുന്നത്. എന്തോ വേദന ഉണ്ടായിട്ടുണ്ട്, വേദനയാണ് പറയുന്നത്.
നമ്മുടെ ചരിത്രമല്ല അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കുട്ടി തൻ്റെ വികാരം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് കേൾക്കാനായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു പ്രഭാഷണം ആണെങ്കിൽ പോലും അത് കേട്ടിരിക്കുക, അവന് സംസാരിക്കാൻ ഒരു ഇടം കൊടുക്കുക. കൊടുക്കാതിരുന്നാൽ അത് വളരെ നല്ലൊരു കാര്യമല്ല, അവൻ നിശബ്ദനായിട്ട് മാറും. കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടി ഒരു ടീനേജൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ തന്നെ പരാതി പറയും, എൻ്റെ കുട്ടി എന്നോടൊന്നും പറയുന്നില്ല. കാരണം എന്താ? ചെറുപ്പത്തിലെ നിങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ പറയാൻ വേണ്ടി വന്ന സമയത്തെല്ലാം അവൻ്റെ വികാരത്തെ നമ്മൾ മാനിച്ചില്ല. ഒരു കുട്ടി വന്ന് എൻ്റെ സുഹൃത്ത് ഇന്ന് എന്നോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷെ കുട്ടിക്കത് വലിയ കാര്യമാണ്. ആ നിമിഷത്തിൽ അത് അവൻ്റെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വേദനയാണ്. അതാണ് നമ്മളോട് പറയുന്നത്. നിങ്ങളോട് പറയുന്ന സമയത്ത് അത് കാര്യമാക്കണ്ട, അതൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നല്ലതല്ല. അതിന് പകരം നമ്മൾ ചോദിക്കുക, എന്ത് പറ്റി, ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കുട്ടിക്ക് ഉണ്ടാവണം. അവിടെ പരിഹാരമല്ല കൊടുക്കേണ്ടത്, ഉപദേശമല്ല കൊടുക്കേണ്ടത്. എല്ലാ പ്രശ്നത്തിനും നമ്മൾ പരിഹാരം കണ്ടെത്താനല്ല മാതാപിതാക്കളുള്ളത്, കേൾക്കാനും കൂടെ ഉള്ളൊരു വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ മിക്ക കുട്ടികൾക്കും ചിലപ്പോൾ പരിഹാരം വേണ്ടി വരില്ല. അവർ തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ തൻ്റെ അടുത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ദിവസവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഒരു കുട്ടിക്കായിട്ട് പൂർണ്ണമായിട്ടും മാറ്റിവെക്കാൻ മറക്കരുത്. ഫോണില്ലാതെ, അതുപോലെ ടെലിവിഷൻ ഇല്ലാതെ, വിചാരണ ഇല്ലാതെ, ഉപദേശവും ഇല്ലാതെ, കേൾക്കാൻ മാത്രമായിട്ടൊരു 10 മിനിറ്റ്. അത് വളരെയധികം മാറ്റം കുട്ടികളിലുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കുട്ടികൾ പറയുന്നത്, അത് അവരുടെ വലിയ കാര്യങ്ങളാണെന്ന് നമ്മൾ ഓർക്കുക. അവരുടെ കഥകൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നാളെ അവരുടെ രഹസ്യങ്ങളിലും നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടായിരിക്കില്ല എന്ന് ഓർത്തിരിക്കുക. മൂന്നാമതായിട്ട്, നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളും അതുപോലെ ശബ്ദത്തിൻ്റെ സ്വരവും കുട്ടികൾ ഓർത്തു വയ്ക്കും. മാതാപിതാക്കൾ ദേഷ്യത്തിൽ പറഞ്ഞ ചില വാക്കുകൾ മാതാപിതാക്കൾ മറക്കും, പക്ഷെ കുട്ടികൾ അത് വർഷങ്ങളോളം അവരുടെ ഉള്ളിൽ കൊണ്ട് നടക്കും. നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, മറ്റേ വീടിനെയും കാട്ടും ആ കുട്ടിയെയും കാട്ടും നീ വളരെ മോശമാണ്, നിന്റെ സഹോദരനെ കണ്ടു പഠിക്കുക, നിന്നെക്കൊണ്ട് ഇത് ഒരിക്കലും പറ്റില്ല, ഞാൻ പ്രസവിച്ചത് തന്നെ എൻ്റെ തെറ്റാണ്, നീ ഞങ്ങൾക്ക് നാണക്കേടാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ മാറി നോർമലാവും. പക്ഷെ കുട്ടിയുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളൂ, കുട്ടിയുടെ ആത്മവിശ്വാസം കുറയുകയാണ്. കുട്ടി ചിന്തിക്കുന്നത് എന്താണ്? ഞാനൊരു ഭാരമാണ് മാതാപിതാക്കൾക്ക്, എനിക്ക് തെറ്റുണ്ട്, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനല്ല. ഇത്തരത്തിലുള്ള ഫീലിംഗ് ആണ് കുട്ടികൾക്കുണ്ടാകുന്നത്. 30 40 വയസ്സായാൽ പോലും ജീവിതത്തിൽ ഒരു പരാജയം വരുന്ന സമയത്ത് മാതാപിതാക്കളുടെ ആ പഴയ ശബ്ദം അവൻ്റെ ഉള്ളിൽ വീണ്ടും കേൾക്കും. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു വാക്കായിരിക്കും കുട്ടി കേൾക്കുന്നത്. അത് ഉള്ളിലെ ശബ്ദമായി മാറി ഉള്ള കോൺഫിഡൻസോടെ പോകും. അപ്പോൾ മാതാപിതാക്കൾ കുട്ടിയെ തിരുത്തണം, തീർച്ചയായിട്ടും തിരുത്തണം. പക്ഷേ കുട്ടിയെ ആക്രമിക്കരുത്. തെറ്റായ പ്രവൃത്തിയാണ് തിരുത്തി കൊടുക്കേണ്ടത്. അത് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ കുറച്ചും കൂടെ ഹാർഡൻ ചെയ്യേണ്ടത്. നീ ചെയ്ത കാര്യം ശരിയായില്ല, നീ മടിയനാണ് എന്ന് പറയുന്നതിന് പകരം ഇന്ന് നീ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയില്ല, അത് കണ്ടപ്പോൾ അച്ഛന് വിഷമമായി എന്ന രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത്. ഈ രീതി പ്രവർത്തിച്ചില്ല, നമുക്ക് മറ്റൊരു രീതിയിൽ ശ്രമിക്കാം, അത് നമുക്ക് പറയാം. കുട്ടിയുടെ വ്യക്തിത്വത്തെ മുറിപ്പെടുത്താതെ അവൻ്റെ പെരുമാറ്റത്തെ തിരുത്താനായിട്ട് ശ്രമിക്കുക. കുട്ടിയുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മാഭിമാനം തകർത്തുകൊണ്ട് അച്ചടക്കം പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് നല്ല അനുസരണമുള്ള കുട്ടിയെ നമുക്ക് ലഭിക്കാം. പക്ഷെ ഉള്ളിൽ ഭയവും ആത്മവിശ്വാസക്കുറവും നിറഞ്ഞ ഒരു മനുഷ്യനായിരിക്കും നാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഉടനെ സംസാരിക്കുക, കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കുക, ശബ്ദം താഴ്ത്തുക, നല്ലോണം ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ ശബ്ദം ഒന്ന് കുറച്ച് ഒന്ന് സാവധാനത്തോടുകൂടി നമ്മൾ സംസാരിക്കാനായിട്ട് നോക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി 4-മത്തെ കാര്യം, കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് എല്ലായ്പ്പോഴും വലിയ സമ്മാനങ്ങളല്ല ആവശ്യം, അവർക്ക് നമ്മുടെ സാന്നിധ്യമാണ് ആവശ്യം. അതായത് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? കുട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, ശരിയാണ്. പക്ഷേ കുട്ടിയുടെ മനസ്സിലെ ചോദ്യം മറ്റൊന്നാണ്. എനിക്ക് വേണ്ടി ഇത്രയധികം ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വേണ്ടി അച്ഛനോ അമ്മയോ കൂടിയിരിക്കാനാണ് വേണ്ടത്, അവർക്ക് അതിനുള്ള സമയമാണ് വേണ്ടത്. മക്കൾക്ക് അച്ഛനും അമ്മയും കൂടിയിരിക്കുന്ന ആ ചെറിയ നിമിഷങ്ങൾ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഒരു 14 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് അമ്മയോടൊപ്പം അടുക്കളയിൽ ഉണ്ടാക്കിയ ഒരു സാധാരണ ഭക്ഷണമായിരിക്കും അവന് ഏറ്റവും ടേസ്റ്റുള്ള ആഹാരം. വൈദ്യുതി പോയ സമയത്ത് രാത്രിയിൽ കുടുംബവുമായി ഇരുന്ന് പറഞ്ഞ കഥകളായിരിക്കും അവൻ ജീവിതകാലം മൊത്തം ഓർക്കുന്നത്. സ്കൂളിലെ പരിപാടിയിൽ സദസ്സിനിടയിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മുഖമായിരിക്കും ചിലപ്പോൾ കുട്ടി എന്നും ഓർക്കുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് നെറ്റിയിൽ ലഭിച്ച ഒരു ചുംബനമായിരിക്കും കുട്ടി ഓർക്കുന്നത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ സമയത്ത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ സൗണ്ട് ആയിരിക്കും കുട്ടി കേൾക്കുന്നതും ഓർക്കുന്നതും. ദിവസം മുഴുവൻ സമയം നൽകാൻ എല്ലാവർക്കും കഴിയില്ല, കാരണം നമ്മൾ അത്രമാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ നൽകുന്ന സമയം പൂർണ്ണമായിട്ടും കൊടുക്കുക. ആ സമയത്ത് അറ്റൻഷൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുക. 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ്, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കുട്ടിക്ക് മാത്രമായിട്ട് നൽകുക. കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ്, അച്ഛാ എൻ്റെ കൂടെ കളിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അമ്മേ ഇതൊന്ന് നോക്കാമോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ തിരക്കാണ്, ഇപ്പോൾ സമയമില്ല,
പിന്നെ നോക്കാം. ആ പിന്നെ പലതവണ ആവർത്തിക്കുന്ന സമയത്ത് ഒരു ദിവസം അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചോദിക്കുന്ന കാര്യങ്ങൾ നിർത്തും. പിന്നീട് അവരുടെ ലോകത്തോടെ അവർ മാറും. ഇപ്പോൾ സമയം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് നോക്കുക. ബാല്യം നമ്മെ കാത്തിരിക്കില്ല എന്ന് എപ്പോഴും ഓർത്തിരിക്കുക. അഞ്ചാമതായിട്ട്, നിങ്ങൾ അവരെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. അവളുടെ മകൾക്ക് ഇത്ര മാർക്കുണ്ട്, അവളുടെ മകന് ഇത്രയധികം റാങ്കുകൾ കിട്ടി, അവൻ ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്, അടുത്ത വീട്ടിലെ കുട്ടി നിന്റെ പ്രായത്തിൽ എത്ര കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ താരതമ്യം ചെയ്യുന്നത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ശരിക്കും കുട്ടിയുടെ മാനസികമായി നമ്മൾ തളർത്തുകയാണ്. ആ കുട്ടി കേൾക്കുന്ന ഒരു സന്തോഷം എന്താണ്? ഞാൻ പോരാ, മറ്റൊരാളെ പോലെ എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ആയാലേ എന്നെ അംഗീകരിക്കൂ, ഞാനൊരു യഥാർത്ഥ വ്യക്തിയല്ല, എനിക്ക് വിലയില്ല എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കാം. ഇപ്പോൾ രണ്ട് കുട്ടികൾ വീട്ടിൽ ജനിച്ചാൽ പോലും അവരും ഒരേപോലെ അല്ല. ഒരാൾ ചിലപ്പോൾ വേഗത്തിൽ പഠിക്കും, മറ്റൊരാൾ ചിലപ്പോൾ സമയം എടുത്തായിരിക്കും പഠിക്കുന്നത്. ചിലർക്ക് നല്ല ഓർമ്മ കാണും, ചില ആളുകൾക്ക് നല്ല ഓർമ്മ കാണില്ല. ചില ആളുകൾ സംസാരിക്കാൻ മിടുക്കനായിരിക്കും, ചില ആളുകൾക്ക് സംസാരിക്കാൻ പ്രശ്നം കാണും. ചില ആളുകൾ ചിത്രം വരയ്ക്കാൻ നല്ലതായിരിക്കും. അങ്ങനെ പല പല കഴിവുകൾ പല കുട്ടികൾക്കും വ്യത്യാസം ഉണ്ടാവും. അതിന് ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു പൂവിനെയും മരത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ നീ മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് നല്ലതാണ്. നീ ശ്രമിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ടെന്ന് പറയുന്നത് നല്ലതാണ്. നിന്റെ കഴിവ് എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താമെന്ന് പറയുന്നത് നല്ലതാണ്. നീ മറ്റൊരാളുമായിട്ട് മാറേണ്ടതില്ല, നിന്റെ ഏറ്റവും നല്ല രൂപമായിട്ട് വളർന്നാൽ മതി എന്ന് പറയുന്നത് നല്ലതാണ്. ഓരോ കുട്ടിക്കും ഒരു പ്രത്യേക ശക്തിയുണ്ട്. മാതാപിതാക്കളുടെ ജോലി അത് നിർമ്മിക്കുകയല്ല, അത് കണ്ടെത്താൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. കൂടെ നിന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ കുട്ടിയുടെ ചുമലിൽ ഒരു കാരണവശാലും വെക്കരുത്. നിങ്ങൾ ഡോക്ടറാകാനായിട്ട് ശ്രമിച്ചു, കഴിഞ്ഞില്ല എന്നുകൊണ്ട് കുട്ടി ഡോക്ടറാകണമെന്ന് നിങ്ങൾ നിർബന്ധിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ലഭിക്കാത്ത ജീവിതം അവനിലൂടെയോ അവളിലൂടെയോ ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം. അവൻ്റെ ജീവിതം നൽകൂ, മാർഗനിർദ്ദേശം എല്ലാം നൽകാം, മൂല്യങ്ങളൊക്കെ നൽകാം, അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ വ്യക്തിത്വവും നമ്മൾ ഒരു കാരണവശാലും കവർന്നെടുക്കാൻ പാടില്ല. ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടി തെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് കുട്ടി ഓർത്തു വയ്ക്കാറുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ യഥാർത്ഥ സുരക്ഷ പരിശോധിക്കപ്പെടുന്നത് അവൻ വിജയിക്കുമ്പോഴല്ല, അവൻ തെറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. മാർക്ക് കുറഞ്ഞ സമയത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിച്ച സമയത്തോ, അല്ലെങ്കിൽ കള്ളം പറഞ്ഞ സമയത്തോ, ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത സമയത്ത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അവൻ്റെ മനസ്സിൽ വരേണ്ടത്. ഈ വീട്ടിൽ ഇത് മറയ്ക്കാനായിട്ട് കഴിയും എന്നാണോ അവൻ ചിന്തിക്കുന്നത്, അതോ പറഞ്ഞാലും എനിക്ക് മാതാപിതാക്കളുടെ നിന്ന് ശിക്ഷ കിട്ടില്ല എന്ന് പറയുന്നതാണോ നല്ലത്? അതല്ലേ നല്ലത്? എന്തെങ്കിലും ഒരു കള്ളം മറച്ചു വയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് സത്യം പറഞ്ഞാലും ഇനി ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെ ശരിയാക്കാം എന്ന് മാത്രമേ മാതാപിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് നിങ്ങളോട് പറയും, അവർ മറച്ചു വെക്കില്ല. അപ്പം ഭയം സത്യസന്ധത ഉണ്ടാക്കുന്നില്ല എന്ന് ഓർത്തിരിക്കുക. ഭയം രഹസ്യങ്ങളാണ് ശരിക്കും ഉണ്ടാക്കുന്നത്. ഇതിനർത്ഥം തെറ്റുകൾ അനുവദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പരിധികൾ ഉണ്ടായിരിക്കണം, ഉത്തരവാദിത്തം കുട്ടികളെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാവണം. ഇപ്പം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റായിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ ഒരു സാധനം കൊടുക്കരുത് കുറച്ച് നാളത്തേക്ക്. അപ്പോൾ കുട്ടി ഒരു തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നീ സത്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ പറയണം. നീ ചെയ്ത കാര്യം ശരിയല്ല, പക്ഷെ നമുക്കിത് ഒരുമിച്ച് പരിഹരിക്കാം, അല്ലെങ്കിൽ നമുക്കിത് അടുത്ത പ്രാവശ്യം പരിഹരിക്കാനായിട്ട് നോക്കാം. ഈ തെറ്റിൽ നിന്ന് നീ എന്താണ് പഠിച്ചത്? അടുത്ത തവണ എന്ത് വ്യത്യാസമാണ് നീ വരുത്താനായിട്ട് പോകുന്നത്? ഇത്തരത്തിലുള്ള സെന്റൻസുകൾ അവനെ പ്രചോദനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ ചിന്തിക്കും. ഭയപ്പെടുത്തി അനുസരിപ്പിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അടുത്തില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. അതുപോലെ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മനസ്സിലാക്കി വളർത്തിയാൽ അവൻ്റെ ഉള്ളിലൊരു മൂല്യബോധമാണ് രൂപപ്പെടുന്നത്. അപ്പം നമ്മൾ തെറ്റ് ചെയ്താലും അത് സമ്മതിക്കണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ നിന്നോട് വളരെ കടുപ്പമായി സംസാരിച്ചു എന്ന് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടിയോട് പറയാം, ഞാൻ അങ്ങനെ നിന്നോട് സംസാരിച്ച് ശരിയല്ല എന്ന് പറയണം. സോറി കുട്ടികളോട് നമുക്ക് ചോദിക്കാം. ചില മാതാപിതാക്കൾ കരുതും, ഞാൻ എൻ്റെ കുട്ടിയോട് എന്തിന് ക്ഷമ ചോദിക്കണം, ക്ഷമ ചോദിച്ചാൽ എൻ്റെ വില പോകില്ലേ? അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ ആ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് പറയണം. കാരണം കുട്ടി പഠിക്കുന്നത് എന്താണ്? വലിയ ആളുകൾക്കും തെറ്റ് പറ്റാം, ശക്തരായ മനുഷ്യർ അത് സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യുമെന്ന് കുട്ടി പഠിക്കണം. ഓക്കെ. ഇനി ഏഴാമത്തെ കാര്യം, വീട്ടിലെ അന്തരീക്ഷം എങ്ങനെ ആയിരുന്നു എന്ന് എപ്പോഴും കുട്ടി ഓർത്തു വയ്ക്കാറുണ്ട്. കുട്ടികൾ മാതാപിതാക്കൾ പറഞ്ഞ ഉപദേശങ്ങൾ മാത്രമല്ല ശരിക്കും ഓർത്തിരിക്കുന്നത്. അവർ ഓർത്തിരിക്കുന്നത് വീട്ടിൽ നിലനിന്നിരുന്ന അന്തരീക്ഷവും അവരെപ്പോഴും ഓർക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിൽ സമാധാനമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു, അതോ അച്ഛനും അമ്മയും വഴക്കാണോ കേൾക്കുന്നത്? എല്ലായ്പ്പോഴും നിലവിളിയും കുറ്റപ്പെടുത്തലും സംഘർഷമാണെങ്കിൽ അവർക്ക് ആ വീട് ഇഷ്ടമല്ലാതെ മാറും. അച്ഛനും അമ്മയും തമ്മിൽ ബഹുമാനത്തോടെയാണോ സംസാരിക്കുന്നത്? അവരുടെ സ്നേഹം കണ്ടാണ് കുട്ടിയും പഠിക്കുന്നത്. അപ്പോൾ അതോ കുട്ടിയുടെ മുന്നിൽ വെച്ച് പരസ്പരം വഴക്കിട്ടിരുന്നോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
കുട്ടിയുടെ മനസ്സിൽ ആ ഒരു വിഷമം ഉണ്ടാവും. ആ ബന്ധങ്ങളുടെ ഒരു പാഠങ്ങളെല്ലാം കുട്ടി പഠിക്കുന്ന അവിടെ വെച്ചാണ്. ഇനി കുട്ടി പഠിക്കുന്ന വേറൊരു കാര്യമാണ് വിയോജിപ്പുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവും. അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കുന്നു, അതുപോലെ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കുന്നു, ഇതെല്ലാം വീട്ടിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. എല്ലാ വീടുകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് 100% ശരിയാണ്. പക്ഷെ അഭിപ്രായ വ്യത്യാസം അപമാനമായിട്ട് വരാതെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു. കുട്ടിയുടെ മുന്നിൽ പങ്കാളിയെ മോശമായിട്ട് ഒരു കാരണവശാലും ചിത്രീകരിക്കരുത്. നിന്റെ അച്ഛൻ അങ്ങനെയാണ്, നിന്റെ അച്ഛൻ കൊണ്ട് പറ്റില്ല, നിന്റെ അമ്മയെ പോലെ നീ ഒരിക്കലും ആകരുത് എന്നൊന്നും ഒരു കാരണവശാലും പറയാൻ പാടില്ല. ഇത്തരത്തിലുള്ള വാക്കുകൾ കുട്ടിയുടെ മനസ്സിനെ രണ്ടായിട്ട് പിളർക്കുവാണ്. കാരണം അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അവർ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരാളെ സ്നേഹിച്ചാൽ മറ്റൊരാളെ വഞ്ചിക്കുന്നത് പോലെ കുട്ടികൾക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കരുത്. മുതിർന്നവരുടെ പ്രശ്നങ്ങളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ സാമ്പത്തിക സംഘർഷങ്ങളും കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ വലിയ വിശദാംശങ്ങളൊന്നും കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടി വളരുന്നതനുസരിച്ച് ഒരു 16 വയസ്സ് ഒരു ടീനേജർ ആകുമ്പോൾ മാത്രം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓർക്കാൻ വേണ്ടി ഒരു വീടാണ് നമ്മൾ നൽകേണ്ടത്. പൂർണ്ണതയുള്ള വീടല്ല നമുക്ക് വേണ്ടത്. പരസ്പരം ബഹുമാനിക്കുകയും തെറ്റുകൾ തിരുത്തുകയും വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്ന ഒരു വീട് ആണ് അവൻ ഓർത്തിരിക്കേണ്ടത്. 8ാമതായിട്ട്, നിങ്ങൾ നൽകിയ വാക്കുകൾ നിങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് കുട്ടികൾ ഓർത്തു വയ്ക്കാറുണ്ട്. കുട്ടികളുടെ വിശ്വാസം പഠിക്കുന്നത് വലിയ പ്രഭാഷണങ്ങളിലൊന്നും അല്ല. നമ്മൾ നൽകിയ ചെറിയ വാക്കുകൾ നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ കുട്ടി അത് ഓർത്തിരിക്കാം. ഇപ്പോൾ വൈകുന്നേരം നിന്നോടൊപ്പം കളിക്കാം, അല്ലെങ്കിൽ ഇവിടെ പോകാം, ഞായറാഴ്ച നമുക്ക് സിനിമ കാണാനായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പാലിക്കാനായിട്ട് നോക്കുക. ഇതാരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള വിശ്വാസം കുറയുകയാണ്. അപ്പം കുട്ടി പലപ്പോഴും നമ്മൾ പറയുന്നത് കാത്തിരിക്കും, വാതിലേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഫോണിലേക്ക് നോക്കിയിരിക്കും, നമ്മളിപ്പോൾ വിളിക്കുവോ സമയവും നോക്കും. പക്ഷെ നമ്മളത് വരാതിരിക്കുന്ന സമയത്ത് അവന് നഷ്ടമാവുന്നത് ഒരു യാത്രയോ കളിയോ മാത്രമല്ല എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ വാക്കിലുള്ള ഒരു വിശ്വാസവും കൂടെ അവിടെ നഷ്ടപ്പെടുകയാണ്. എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെ ജീവിതത്തിൽ കഴിയണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കുട്ടിയോട് നമ്മൾ വിശദീകരിക്കണം. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. നിനക്ക് വാക്ക് ഞാൻ നൽകി, സോറി, അത് പാലിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്ന് പറയുക. നിന്റെ നിരാശ എനിക്ക് മനസ്സിലാകുന്നു എന്ന് കുട്ടിയോട് പറയുക. മാതാപിതാക്കൾ വാഗ്ദാനം പാലിക്കുന്നതിലൂടെ കുട്ടി പഠിക്കുന്ന വേറെ ഒരു കാര്യമുണ്ട്. ആളുകളെ വിശ്വസിക്കാം എന്നുള്ളൊരു വിചാരത്തിലോട് വരും. ഞാൻ പ്രാധാന്യമുള്ള വ്യക്തിയാണെന്ന് കുട്ടിക്ക് തോന്നി തുടങ്ങും. എന്നോട് പറഞ്ഞ വാക്കിന് വിലയുണ്ട് എന്നുള്ള ഒരു കാര്യവും കുട്ടി ചിന്തിച്ചു തുടങ്ങും. മറ്റൊരു പ്രധാന കാര്യം, കുട്ടിയെ വിശ്വസിച്ച് പറഞ്ഞ സ്വകാര്യമായിട്ടുള്ള കാര്യം തമാശയായി ബന്ധുക്കളുടെ മുന്നിൽ പറയരുത്. ഇവൻ ഇന്നലെ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നിങ്ങളോടൊന്നും പറയാതാവും. എല്ലാവരും ചിരിക്കും, ചിലപ്പോൾ ഒരു തമാശയുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ കുട്ടിയുടെ വിശ്വാസം അവിടെ തകർക്കുകയാണ്. കുട്ടിയുടെ ഒരു സ്വകാര്യത എപ്പോഴും ബഹുമാനിക്കുക. പറയല്ലേ എന്ന് പറഞ്ഞ കാര്യം ഒരു കാരണവശാലും എല്ലാവരോടും പറയരുത്. അതുപോലെ കുട്ടിയുടെ റൂമിൽ കയറുന്നതിന് മുമ്പ് മുട്ടിയതിന് ശേഷം കയറുക. അവൻ്റെ സ്വകാര്യത നമ്മൾ മാനിക്കണം, ബഹുമാനിക്കണം. അപ്പോൾ ബഹുമാനം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പോഴേ മുതിർന്നവർക്കും കുട്ടികൾ നൽകുകയുള്ളൂ. 9ാമതായിട്ട്, നിങ്ങൾ പറഞ്ഞതല്ല ജീവിച്ചതാണ് അവർ എപ്പോഴും ഓർക്കുന്നത്. അതായത് സത്യം പറയണം എന്ന് നമ്മൾ കുട്ടിയോട് എപ്പോഴും പറയുന്നു. അടുത്ത നിമിഷം ഫോൺ വന്നു കഴിഞ്ഞാൽ വായു വരുന്ന എല്ലാം കള്ളങ്ങളാണ് പറയുന്നത്. ഞാൻ വീട്ടിലെന്ന് പറയൂ, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയൂ, ഫോൺ അധികം ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മളെപ്പോഴും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഇരിക്കും? ഭക്ഷണമേശയിൽ പോലും നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഫോണിലാണെങ്കിൽ കുട്ടിക്കും അത് ഉപയോഗിക്കാനായിട്ട് തോന്നും. ആരെ അപമാനിക്കരുതെന്ന് നമ്മൾ പറയുന്നു. അതേസമയത്ത് വീട് ജോലിക്കാരെടുത്തോ ഡ്രൈവറുടെടുത്തോ അല്ലെങ്കിൽ കടയിലെ ജീവനക്കാരോടോ നമ്മൾ വളരെ അപമാനകരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. കോപം നിയന്ത്രിക്കണമെന്ന് കുട്ടിയോട് പറഞ്ഞതിന് ശേഷം പക്ഷേ ട്രാഫിക്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മൾ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ കുട്ടി അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ നമ്മുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നു. അതിലൂടെ കുട്ടി അവരുടെ ജീവിതം പഠിക്കുകയാണ്. കുട്ടി എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് അവരുടെ ചെവിയിലേക്ക് പോവുകയും നമ്മൾ ജീവിക്കുന്നത് അവരുടെ സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. കുട്ടി വായിക്കണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കെങ്കിലും പുസ്തകം തുറക്കണം, നിങ്ങളും വായിക്കണം. അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുകയും ചെയ്യണം. അവൻ തെറ്റ് സമ്മതിക്കണമെങ്കിൽ നിങ്ങളുടെ തെറ്റുകളും നിങ്ങൾ സമ്മതിക്കണം. അവൻ ശരീരത്തെ സുരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അവൻ സ്ക്രീനിൽ നിന്ന് മാറണമെങ്കിൽ കുടുംബമായിട്ട് സ്ക്രീൻ ഇല്ലാത്ത കുറച്ച് സമയം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിയെ മാറ്റാനായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മാർഗം എല്ലായ്പ്പോഴും കൂടുതൽ ഉപദേശം നൽകുന്നതല്ല, നമ്മൾ തന്നെ അത് ജീവിച്ചു കൊടുക്കുകയും നമ്മൾ മാതൃകയാകുകയും ആണ് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ആദ്യ പതിപ്പായിട്ട് നമ്മൾ മാറിയാൽ മാത്രമേ കുട്ടിയെ ആ രീതിയിലോട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. 10ാമതായിട്ട്, എന്ത് സംഭവിച്ചാലും അവർ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന് അവർ അറിയണം. അതും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഓർമ്മ. അതായത് കുട്ടി വിജയിച്ചപ്പോൾ മാത്രമാണോ വീട്ടിൽ സന്തോഷം ഉണ്ടായിരുന്നത്? ഇനി അഥവാ മാർക്ക് കിട്ടിയപ്പോൾ മാത്രമാണോ അഭിനന്ദനം ഉണ്ടായത്? മത്സരത്തിൽ ജയിച്ചാൽ മാത്രമാണോ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്? അങ്ങനെ ആവാൻ പാടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ
അപമാനിക്കാവുന്ന കാര്യം ചെയ്തപ്പോൾ മാത്രമാണ് സ്നേഹം ഉണ്ടാവുന്നത് എന്നുള്ളത് കുട്ടി ഓർത്തു വെക്കും. അങ്ങനെ വന്നാൽ കുട്ടി ഒരു അപകടകരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് കുട്ടി പഠിക്കുന്നത്. എൻ്റെ നേട്ടങ്ങളിലാണ് എൻ്റെ വില, എനിക്ക് വിലയില്ല. അവൻ പരാജയത്തെ ഒരു സാധാരണ അനുഭവമായിട്ട് ഒരിക്കലും കാണില്ല. സ്നേഹം നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ഭീഷണിയായിട്ട് എപ്പോഴും കാണും. അത് നല്ലൊരു കാര്യമല്ല. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാകില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഞാൻ തോറ്റാൽ അച്ഛൻ നാണക്കേടാവുമെന്നുള്ളൊരു തോന്നലുണ്ടാവും. ഞാൻ അവരുടെ സ്വപ്നം നിറവേറ്റിയില്ലെങ്കിൽ എനിക്ക് വിലയില്ല എന്നൊരു തോന്നലുണ്ടാവും. ഇതാണ് കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. കുട്ടികളോട് വ്യക്തമായി പറയണം, നീ ജയിച്ചാലും തോറ്റാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിനക്ക് തെറ്റുപറ്റാം, അതുകൊണ്ട് നിന്റെ വില കുറയുന്നില്ല, അതിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. നീ എൻ്റെ അഭിമാനമാണ്, നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല, നീ എൻ്റെ മകനോ മകളോ ആയതുകൊണ്ടാണ് അഭിമാനിക്കുന്നതെന്ന് പറയാം. സ്നേഹം നിബന്ധനകളില്ലാതെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ പെരുമാറ്റത്തിന് എപ്പോഴും പരിധികൾ ഉണ്ടായിരിക്കണം. ഇവ രണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറയാം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പാരന്റിങ് കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഏകദേശം മണിക്കൂർ എടുത്ത്. അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുട്ടികളെ എങ്ങനെ നമുക്ക് സ്മാർട്ടാക്കാം, എങ്ങനെ നല്ലൊരു മനുഷ്യനാക്കാം, അതുപോലെ തന്നെ കുട്ടികളുടെ IQ എങ്ങനെ കൂട്ടാം, സോഷ്യൽ കോഷൻ എങ്ങനെ കൂട്ടാം, ഇമോഷണൽ കോഷൻ എങ്ങനെ കൂട്ടാം, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പാരന്റിങ് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1, കുട്ടിയെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുമെന്ന് നിങ്ങൾ ശപഥമെടുക്കുക. 2, ദേഷ്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും കുട്ടികളോട് പറയരുത്. നമ്മൾ ശ്വാസം എടുത്ത് സമാധാനത്തോടുകൂടി പറയാം. 3, കുട്ടി സംസാരിക്കുന്ന സമയത്ത് കുറച്ച് അറ്റൻഷൻ അവർക്ക് കൊടുക്കുക. 4, സ്നേഹവും മാർക്കും നേട്ടങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കരുത്. 5, ഞാനാണ് മാതാപിതാവ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു ചിന്ത മാറ്റിയെടുക്കുക. കുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ അത് സമ്മതിക്കാനായിട്ട് നോക്കുക. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 5 കാര്യങ്ങളും ഒരു 30 ദിവസവും ചെയ്തു നോക്കിയേ, നിങ്ങളുടെ വീട്ടിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ദിവസവും ഒരു സ്നേഹവാക്യം കുട്ടിയോട് പറയുക. നിന്റെ കൂടെ ഉണ്ടാകുന്നത് എനിക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ നീ എൻ്റെ മകനായാലും അല്ലെങ്കിൽ മകളായതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് അത് നല്ലൊരു കാര്യമാണ്. ഇപ്പം എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാമെന്ന് പറഞ്ഞാൽ പോലും അത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബവുമായിട്ട് പുറത്തു പോകുക, ആ സമയത്ത് സ്ക്രീൻ ഒഴിവാക്കുക. അതുപോലെ തന്നെ കുട്ടി എന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ടാവാം, താരതമ്യം ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ കുട്ടികളെ വികാരങ്ങളെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടാവാം, വലിയ ശിക്ഷകൾ കൊടുത്തിട്ടുണ്ടാവാം, ജോലി തിരക്കിൽ അവനോടൊപ്പം അല്ലെ അവളോടൊപ്പം സമയം ചെലവഴിക്കാതെ ഇരുന്നിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മാറാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. നിങ്ങളും മനുഷ്യനാണ്, നിങ്ങൾക്കും തെറ്റുപറ്റാം, നിങ്ങളുടെക്കും വേദനകളും സമ്മർദ്ദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ കുട്ടിയുടെ ബാല്യം ഓർത്തിരിക്കണം. നിങ്ങളെക്കുറിച്ച് പല നല്ല ഫീലിങ്സും ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട് എടുക്കുക. അതിൻ്റെ അത് ഏറ്റവും അവസാനം പറഞ്ഞ 5 കാര്യങ്ങൾ പാലിക്കാനായിട്ട് നോക്കുക. എനിക്ക് ലഭിച്ച മുറിവുകൾ എൻ്റെ കുട്ടിയിലേക്ക് കൈമാറില്ല എന്നൊരു തോന്നലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളോട് ക്ഷമ ചോദിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ വികാരങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലായിരിക്കാം നിങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്ത്, പക്ഷെ നിങ്ങൾക്ക് ഇന്ന് അതിന് തുടക്കം കുറിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെ മാറ്റാനായിട്ട് പറ്റും. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ചിലപ്പോൾ നിങ്ങളെ പലരുമായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അതിവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാണ് യഥാർത്ഥ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമുക്ക് ദുവ കൂടെ ഉണ്ട്. ദുവടുത്ത് നമുക്ക് ചോദിക്കാം, കുറച്ച് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. അപ്പോൾ ദുവടുത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് പാരന്റിങ് എന്നുള്ളത്. അപ്പോൾ ദുവ എങ്ങനെയാണ് പാരന്റിങ്? ഇതൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ദുവക്ക് ബാപ്പിയെടുത്തോ ഉമ്മയെടുത്തോ പറയാൻ എന്തെങ്കിലും പേടിയുണ്ടോ? പേടിയില്ല. അപ്പോൾ ദുവക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം താഴെ വീണ് പൊട്ടിപ്പോയി അറിയാതെ, അല്ലെങ്കിൽ ഒരു ഫുഡ് കുറച്ച് താഴെ വീണ്, അപ്പോൾ ബാപ്പയും ഉമ്മയും എന്താണ് പറയുന്നത്? വഴക്ക് പറയോ അതോ എടുത്തത് ക്ലീൻ ചെയ്യാനാണോ പറയാറുള്ളത്? ക്ലീൻ ചെയ്യാൻ പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ സ്വന്തം കാര്യം ചെയ്യാനായിട്ടാണ് പറയുന്നത്. വഴക്ക് പറയാറുണ്ടോ അതിന് വേണ്ടി? അതിന് വഴക്ക് പറയാറില്ല. അഥവാ റിപ്പീറ്റ് ആയിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ശ്രദ്ധയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ TV കാണുന്ന ടൈം ഒന്ന് കുറച്ച് കുറയ്ക്കും. അരമണിക്കൂർ കാണുന്നതിന് പകരം 25 മിനിറ്റിലോട്ട് മാറ്റും. അപ്പം വീണ്ടും അത് റെഡി ആയി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കറക്റ്റായിട്ടാണ് ആഹാരം കഴിക്കുന്നത്, ഫുഡൊന്നും താഴെ വീഴുന്നില്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ അരമണിക്കൂറിലോട്ട് മാറും അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ദുവ സംസാരിക്കുന്ന സമയത്ത് വാപ്പിയും ഉമ്മയും മൊബൈൽ വെച്ച് സംസാരിക്കുന്നതാണോ ഇഷ്ടം, അതോ മൊബൈൽ ഇല്ലാതെ സംസാരിക്കുന്നതാണോ ഇഷ്ടം? മൊബൈൽ ഇല്ലാതെ സംസാരിക്കുന്നതാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ വാപ്പിയും ഉമ്മയും ദുവയോടെ കളിക്കാറൊക്കെ ഉണ്ടോ? അതാണ് ഇഷ്ടം. എത്രമാത്രം ഇഷ്ടമാണ്? കുറേ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം സൺഡേ ദുവ എപ്പോഴും ഉമ്മയായിട്ട് കുറേ ടൈം വേണമെന്ന് പറയില്ലേ? അതിനെന്താ പേരിട്ടേക്കുന്നത്? ഹാവിങ് ഫൺ വിത്ത് ദുവ. അങ്ങനെ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ ദുവയായിട്ട് ഒരു 1 hour ഒക്കെ കളിക്കുന്ന, 2 hours ഒക്കെ കളിക്കുന്ന ഒരു ടൈമാണ്. ഫുൾ ടൈം ദുവയ്ക്ക് വേണ്ടി മാത്രമുള്ള ടൈമാണ്. പിന്നെ വേറെ എന്താണ് ദുവയ്ക്ക് ഇഷ്ടമുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ? വെളിയിൽ പോകുന്ന ഇഷ്ടമാണ്. വെളിയിൽ പോയിട്ട്
ഫുഡ് കഴിക്കാൻ പോകുന്ന ഇഷ്ടമാണ് അല്ലേ? ഇതുപോലെ നമ്മളിപ്പോ വേറൊരാളോട്ട് കമ്പയർ ചെയ്ത് പറയുവാണ്, അതായത് നിനക്ക് ഒട്ടും ബുദ്ധിയില്ല, നീ മറ്റൊരു കുട്ടിയെ പോലെ പഠിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ വിഷമാവത്തില്ലേ ഇതൊക്കെ? വിഷമാവും. അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ പറയാറില്ല. അപ്പം അതിന് പകരം നമ്മൾ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അടുത്ത പ്രാവശ്യം നല്ലത് ചെയ്യാനായിട്ട് പറയും അല്ലേ? ഇപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നതും കുറെ തെറ്റുണ്ടോ? വാപ്പി ദുബാടുത്ത് സോറി പറയാറുണ്ടോ? എന്തെങ്കിലും ദേഷ്യം കാണിച്ചാൽ? കണ്ടോ? അപ്പൊ നമ്മളും തെറ്റ് പറ്റിയാൽ നമ്മൾ കുട്ടികളോട് സോറി പറയണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലേ ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും. കുട്ടികൾ പാവമാണ് കേട്ടോ, കുട്ടികൾ പാവമാണെന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും അവരുടെ അടുത്ത് പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ കൊറേ നാളെ വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷങ്ങളായി. 3, 4, 5 ക്രിസ്മസിന്റെ വീഡിയോ 2 വർഷം മുമ്പാണ്. 2 വർഷം മുമ്പെന്നാണ് വീഡിയോയിലൊക്കെ വന്നത്. കണ്ണാടിയുണ്ട്. ഇപ്പൊ കണ്ണാടിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ദുബാ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാവുന്നതാണ്. ഓക്കെ, ബൈ.